ഏഷ്യ കപ്പ് ഫൈനൽ കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾക്കു ശേഷമെങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ക്രിക്കറ്റിൽ ഇപ്പോഴത്തെ ഇന്ത്യക്ക് പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയേ അല്ല. ഏഷ്യയിൽ ഇന്ത്യയോട് കിടപിടിക്കാൻ പറ്റിയ ടീമുകളുമില്ല. ശ്രീലങ്ക പഴയ പ്രതാപത്തിന്റെ നിഴലിൽ പോലുമല്ല. ഉയർന്നു വന്ന ബംഗ്ലാദേശ് പിന്നെയും പത്തി താഴ്ത്തി ഇഴയുകയാണ്. അഫ്ഗാനിസ്ഥാന് വിജയ തൃഷ്ണയുണ്ട് എന്നത് നേര്, പക്ഷേ വിജയിക്കാനാകുന്നില്ല. മഹാപ്രതിഭകളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചിട്ടും 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് പ്രതിഭാ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. ഇപ്പറഞ്ഞ യാഥാർത്ഥ്യങ്ങളൊക്കെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ വയ്യ. ക്രിക്കറ്റിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നാണ് ആ ചോദ്യം. കിരീടം പോലും സ്വീകരിക്കാതെയാണ് ഇന്ത്യൻ ടീം മടങ്ങിയത്. തോറ്റ ടീമിന് കൈകൊടുത്ത് പിരിയാൻ കൂട്ടാക്കാത്തത് മാന്യതയല്ലെന്നാണ് ഡോക്ടർ ശശി തരൂർ MPയെ പോലുള്ളവർ വാദിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇന്ത്യ പാക് വൈരം ക്രിക്കറ്റിൽ എത്ര വരെയാകാം? ദേശീയതാ വികാരം എന്താണ്? അത് സ്വന്തം രാജ്യം വിജയിച്ചു നിൽക്കണം എന്ന അദമ്യമായ ആഗ്രഹമാണ്. ക്രിക്കറ്റിൽ എന്നല്ല, ഏതു രംഗത്തും രാജ്യം ജയിച്ചു കാണുന്നത് ആ ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. ഇന്ത്യ ഏഷ്യ കപ്പ് ജയിച്ചപ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരനും സന്തോഷിച്ചു. തോൽപ്പിച്ചത് പാകിസ്ഥാനെ ആയതുകൊണ്ട് പ്രത്യേകമായൊരു സന്തോഷം ഉണ്ടാകേണ്ടതല്ല, പക്ഷെ അത് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ കളി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല. അവിടെ ജയവും തോൽവിയും സ്വാഭാവികമാണ്. ഏതു ടീം വേണമെങ്കിലും ജയിച്ചു വരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളികളുടെ സമീപകാല ചരിത്രം എടുത്താൽ ഇന്ത്യക്ക് വലിയ അപ്രമാദിത്വമുണ്ട്. പാകിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ്. T20 ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ 16 മത്സരങ്ങൾ കഴിഞ്ഞതിൽ 12ലും ജയിച്ചത് ടീം ഇന്ത്യയാണ്. പാകിസ്ഥാൻ 3 എണ്ണം മാത്രമാണ് നേടിയത്. ഒരെണ്ണം ടൈ ആവുകയും ചെയ്തു. ഏഷ്യ കപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആദ്യമായിരുന്നു. അതിലും ഇന്ത്യ ജയിച്ചു. ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കാതിരുന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കാൻ വരുമ്പോൾ പിച്ചെല്ലാം കുത്തിപ്പൊളിക്കുന്ന തീവ്ര ദേശീയതാവാദം ഒരുപാട് കണ്ടതാണ്. ബാൽ താക്കറെ ഉണ്ടായിരുന്ന കാലത്തെ ശിവസേനയാണ് പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് പോലും വേണ്ടെന്ന് വാദിച്ചുകൊണ്ടേയിരുന്നത്. അത്തരം വാദങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല. ഇതൊക്കെയുണ്ട് എന്ന് പറയുമ്പോഴും കളിയിൽ ചില അതിർവരമ്പുകൾ ഉണ്ടാകേണ്ടതില്ലേ എന്ന ചോദ്യം വരികയാണ്. ഇഫ് യു ആർ പ്ലേയിങ് എ ഗെയിം, പ്ലേ ഇറ്റ് ആസ് എ ഗെയിം എന്ന് പറയാറുണ്ട്. അതായത് കളിക്കാൻ ഇറങ്ങിയാൽ അതിനെ കളിയായി മാത്രം എടുക്കൂ എന്ന് മലയാളത്തിൽ പറയും. കളി വെറും കളിയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് തുടങ്ങും മുൻപ് ക്യാപ്റ്റന്മാർ പരസ്പരം കൈ കൊടുക്കുന്നത്. ടോസ് എടുത്തതിനു ശേഷം കൈ കൊടുത്താണ് ഏതാണ് തിരഞ്ഞെടുത്തത് എന്നറിയിക്കുന്നത്. കളി കഴിഞ്ഞ ശേഷം മുഴുവൻ ടീമംഗങ്ങളും എത്തി പരസ്പരം കൈ കൊടുത്താണ് പിരിയുന്നത്. അതായത് ഈ ശത്രുതയൊക്കെ മൈതാനത്ത് കഴിഞ്ഞുവെന്നും ഇനി മനസ്സിൽ കാലുഷ്യം ബാക്കിയില്ല എന്നുമാണ് ആ കൈ കൊടുക്കലിന്റെ അർത്ഥം. ഒളിമ്പിക്സിലൊക്കെ ജയിക്കുന്ന ടീമിന്റെ ദേശീയഗാനം മുഴങ്ങുമ്പോൾ പിന്നിലായി പോയവർ പോലും ആരും അത് ബഹിഷ്കരിക്കാറില്ല. പാകിസ്ഥാനെതിരെ ഏഷ്യ കപ്പിൽ 3 മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത്. ആ 3ലും ഇന്ത്യ ജയിച്ചു. 3 വട്ടവും കൈ കൊടുത്തിട്ടില്ല. ജയിക്കുന്ന ടീമിന് കിരീടം നൽകാൻ എത്തിയത് സ്വാഭാവികമായും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനാണ്. ഇത്തവണ അത് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മുഹ്സിൻ നഖ്വിയാണ്. നഖ്വി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇടവേളകളില്ലാതെ ആവർത്തിക്കുന്നയാളുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെയും താരങ്ങളെയും അപഹസിക്കുന്നയാളാണ്. അങ്ങനെ ഒരാളിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു. അത് ക്രിക്കറ്റ് ടീമിന്റെ തീരുമാനമല്ല, BCCIയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങേണ്ട എന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാം. അതിലൊരു രാഷ്ട്രീയ ശരിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ ഇത്രയേറെ അപമാനിക്കപ്പെട്ട ശേഷവും കിരീടം താൻ തന്നെ നൽകുമെന്ന് വാശി പിടിക്കുകയാണ്. അതിലൊരു പ്രതികാരത്തിന്റെ ഛായയുമുണ്ട്. അത് വേണ്ടെന്ന് ഇന്ത്യക്ക് തീരുമാനിക്കാം. കളി ഏതായാലും ജയിച്ചു കഴിഞ്ഞല്ലോ. പക്ഷേ ആരോടാണ് ഇന്ത്യ കളിച്ചത്? പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് കളിക്കാരോടാണ്. അവർക്ക് കൈകൊടുത്ത് പിരിയുന്നത് കൊണ്ട് രാജ്യം അടിമപ്പെട്ടു എന്നർത്ഥമില്ലെന്നാണ് ശശി തരൂർ പറഞ്ഞത്. പെഹൽഗാം ആക്രമണം പോലെയൊന്ന് കഴിഞ്ഞ ശേഷം പാകിസ്ഥാനുമായി ഇന്ത്യ ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിക്കുകയാണ്. കുറഞ്ഞത് 2 കളിയും ചിലപ്പോൾ 3 എണ്ണവും വേണ്ടിവരുമെന്ന് കളി തുടങ്ങും മുൻപേ അറിയാവുന്നതുമാണ്. കളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പാലിക്കേണ്ടത് ആ കളിയുടെ ചിട്ടകളാണ്. മൈതാനത്ത് അത് പ്രകടിപ്പിക്കുമ്പോഴാണ് കളി പൂർണ്ണമാകുന്നതും. ഇന്ത്യക്കാർ കൈ കൊടുക്കാത്തത് മാത്രമല്ല തെറ്റ്. പാകിസ്ഥാൻ കളിക്കാർ തോക്ക് പോലെ ബാറ്റ് പിടിച്ച് നിറയൊഴിച്ചതും വലിയ തെറ്റാണ്. വിമാനങ്ങൾ എയ്തു വീഴ്ത്തുന്ന ചിഹ്നങ്ങൾ കാണിച്ചതും തെറ്റു തന്നെ.
ഇത്തരം അംഗവിക്ഷേപങ്ങളെല്ലാം രാഷ്ട്രീയത്തെ പുറത്തുനിന്ന് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണ്. രണ്ട് ടീമുകളും പരസ്പരം ഓരോ ദിവസവും ഓരോ യുദ്ധത്തിന് അരങ്ങൊരുക്കുക തന്നെയായിരുന്നു. പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചു. കളിക്കാൻ തീരുമാനിച്ചാൽ അതിന് ചിട്ടകൾ ഉണ്ടാകണം. അത് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും വേണം. കളിക്കാരെ മൈതാനത്തെത്തിച്ച് അനാവശ്യമായ ഈ സമ്മർദ്ദം നൽകുകയല്ല വേണ്ടത്. ഇനി മുതൽ പാകിസ്ഥാനുമായി കളിക്കുന്നില്ല എന്നങ്ങ് പ്രഖ്യാപിക്കാം. അത് പക്ഷേ ഏഷ്യ കപ്പിലും ലോകകപ്പിലും ഒഴിവാക്കാനാകില്ല. അങ്ങനെ കളിക്കുമ്പോൾ ടീം എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കാം. അതനുസരിച്ച് കളിക്കാർ മാനസികമായി തയ്യാറെടുക്കട്ടെ. ഇന്ത്യയുമായുള്ള ആദ്യ മത്സരത്തിനു ശേഷം കളി ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയ പാകിസ്ഥാൻ ടീമിനെ കണ്ടതാണ്. പാകിസ്ഥാന് വേണ്ടി 1 മണിക്കൂർ വൈകിച്ചാണ് ആ മത്സരം നടന്നത്. വൈകാരികമായി വിഭജിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. ആ വൈകാരികത എല്ലാ കാലത്തും ഉണ്ടാകും. പക്ഷേ മൈതാനത്ത് ഇത്തരം നേർക്കുനേർ വരലുകൾ ഒഴിവാക്കാൻ കഴിയുകയുമില്ല. യുക്രൈനും റഷ്യയും തമ്മിൽ ഫുട്ബോൾ കളിക്കേണ്ട സന്ദർഭം ഉണ്ടാകും. പലസ്തീനുമായി ഇസ്രയേലിന് ഒളിമ്പിക്സിലെങ്കിലും ഒരു മൈതാനത്ത് എത്തേണ്ടിയും വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബഹിഷ്കരിക്കാൻ തുടങ്ങിയാൽ മുരടിക്കുന്നത് അതത് രാഷ്ട്രങ്ങളുടെ കായിക പാരമ്പര്യം കൂടിയാണ്. കളിക്കാരെ കൊണ്ട് ചുടുചോറ് വാരിക്കാതെ മേലാളന്മാർ വിളമ്പുക എന്നതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പാകിസ്ഥാനുമായി ഭാവിയിൽ എന്ത് വേണമെന്ന് BCCI ICC അറിയിക്കട്ടെ. അതനുസരിച്ച് നടത്താവുന്ന മത്സരങ്ങൾ മതി ഇനി എന്നാണ് തീരുമാനിക്കേണ്ടത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.